my angels. എൻ്റെ പേര് ഐശ്വര്യ and welcome to our channel Blush with Ash. അപ്പോൾ ഇന്ന് നമ്മളുടെ ഒരു ഹാഫ് ഡേ വ്ളോഗാണ്. ഇപ്പോൾ നമ്മൾ ക്വാറന്റൈനിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും കാണിക്കാനില്ലാത്തതുകൊണ്ട് ഞാനൊരു ഹാഫ് ഡേ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഓണം സീരീസ്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവണുണ്ടോ? ഒരു 3 വീഡിയോസാണ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തേക്കുന്നത്. കുറച്ചധികം വീഡിയോസ് പ്ലാൻ ചെയ്തിട്ട്, പക്ഷേ നമുക്ക് ക്വാറന്റൈൻ ആയതുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ടോപ്പിക്സ് ഒക്കെ ഉണ്ട്. പക്ഷേ എന്തായാലും നമ്മൾ ക്വാറന്റൈൻ കഴിയുമ്പോൾ അത് ചെയ്യും. അപ്പോൾ ഞങ്ങളിപ്പോൾ എത്ര ദിവസമായി? ഒരു 8-9 ദിവസമായി ക്വാറന്റൈൻ ഇരിക്കണം കേട്ടോ. നല്ല ബോറിങ്ങാണ് എനിക്കാണെങ്കിൽ. ഇപ്പോൾ ഇന്നലെ ഞാൻ ഓർത്തിന്ന് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണം, വ്ളോഗ് ചെയ്യണം എന്ന് വിചാരിച്ചൊരു ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് പീരിയഡ്സ് ഡേ ആണ്. ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് പീരിയഡ്സ് ആയി. അപ്പോൾ ഇന്ന് ഭയങ്കര ക്ഷീണമാണ്, എനിക്കിങ്ങനെ അനങ്ങാൻ വയ്യാത്ത അത്ര ടയേർഡാണ്. അപ്പോൾ ഞാൻ അത് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കുറച്ച് എനർജി കിട്ടൂലേ, അതും ഇതുമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് അതും ഇതുമൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ശക്തി കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ എണീറ്റിട്ട് പല്ലൊക്കെ തേച്ച് ബാത്റൂമിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഏട്ടൻ അവിടെ ലോഗിൻ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഞാനപ്പോൾ ഏട്ടനെ കാണിച്ചു തരാവേ. ഹായ് ഹസ്ബൻഡ്, എന്തുണ്ട് വിശേഷങ്ങൾ? ക്വാറന്റൈൻ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഏട്ടൻ തിരക്കാണ് കേട്ടോ, ഭയങ്കര ബിസി വർക്കിംഗ് ആണ് അല്ലേ? ഇനി എത്ര ദിവസം കൂടെ ഉണ്ട് നമുക്ക് ക്വാറന്റൈൻ തീരാൻ? ശരിക്കുന്നല്ലേ? നമ്മൾ ഈ ഓണത്തിന്റെ സമയത്ത് ക്വാറന്റൈൻ ആയത് വളരെ കഷ്ടമായിപ്പോയി അല്ലേ? പുറത്തോട്ട് പോലും പോകാൻ പറ്റണില്ല. അതെന്നാ ഓണക്കോടി എടുക്കാൻ പോണ്ടേ? അയ്യോടാ. ക്വാറന്റൈൻ ആയിട്ട് ഞാനിവിടെ ആക്ച്വലി എന്താ ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ഒതുക്കലാണ് കേട്ടോ. വെച്ചാൽ ഭയങ്കര ചപ്പും ചവറും ചളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഞാനത് അതായത് അങ്ങനെയല്ല, നമ്മൾ ചപ്പും ചവറും ചെളി അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാനൊരു ഓണത്തിന് അങ്ങനെ പറഞ്ഞപ്പോൾ മാറിപ്പോയത് അതല്ല ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളിപ്പോൾ 2 കൊല്ലമായിട്ട് ബാംഗ്ലൂരാണല്ലോ. അപ്പം നമ്മളുടെ അലമാരികളിൽ ഇവിടുത്തെ കുറേ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ വെറുതെ വേണോ വേണ്ടേ എന്നുള്ളൊരു ഡൗട്ട്ഫുൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പം ഞങ്ങൾ ഇപ്പോൾ ഈ പ്രാവശ്യം ബാംഗ്ലൂർ പോയി വന്നതിന് ശേഷം ക്വാറന്റൈൻ ഇരിക്കുന്ന സമയത്ത് ഞാനിവിടെ മേളിൽ അപ്സ്റ്റേഴ്സിൽ ഭയങ്കര പണിയായിരുന്നു. ഒതുക്കലാണെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ റൂമൊക്കെ കാണിച്ചത് നിങ്ങളോട്ട് വിശ്വസിക്കില്ല. ഒരു ഹാഫ് വേ ത്രൂ ദ പ്രോസസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാനപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ 2 വർഷമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അത് നമ്മളുടെ അലമാരകളിൽ കബേർഡ്സിലൊക്കെ എന്തൊക്കെയൊക്കെ സാധനങ്ങൾ, ഡ്രസ്സ്, സ്കിൻ കെയർ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേണോ വേണ്ടേ എന്നൊന്നും അറിയാണ്ട് ഇങ്ങനെ വെച്ചേക്കില്ലേ. അപ്പോൾ അതൊക്കെ എടുത്ത് ഭയങ്കര ഒതുക്കലായിരുന്നു കേട്ടോ. അപ്പോൾ ആക്ച്വലി ഞങ്ങളുടെ 3 പേരുടെയും കബേർഡുകൾ ഒതുക്കി കഴിഞ്ഞു. ഞാൻ ഭയങ്കര പിന്നോക്കാണ് കബേർഡൊക്കെ ഒതുക്കാൻ വേണ്ടി. അത് മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിൽ അതിനേക്കാളും കഷ്ടമാണ് നമ്മളത് സത്യം. പക്ഷെ ഒരു മൂച്ച അങ്ങോട്ട് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാം എടുത്തിട്ട് ഭയങ്കര ഒതുക്കലാട്ടോ. ഒതുക്കും ഞാൻ, പക്ഷെ എനിക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അറിയാൻ പറ്റില്ല, പണ്ട് മുതൽ എൻ്റെ അമ്മേനെ ചീത്ത പറയാറുണ്ട് ആ കാര്യത്തിലൊക്കെ. ഓരോ ആൾക്കാർ ഓരോ പ്രകൃതമല്ലേ. ഞാൻ മാക്സിമം ട്രൈ ചെയ്യും കേട്ടോ, ഇങ്ങനെ ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി. പക്ഷെ എനിക്കത് ഞാൻ എപ്പോഴും തോറ്റു പോണ ഒരു കാര്യമാണ് ഓർഗനൈസിങ്ങിൽ. ഐ ഡോണ്ട് നോ. പക്ഷെ പിങ്ക് ചേച്ചിയൊക്കെ ഭയങ്കര ഓർഗനൈസിങ് ആണ്, അമ്മ ഭയങ്കര ഓർഗനൈസിങ് ആണ്. പക്ഷെ ഇവിടെ എൻ്റെ വീട്ടിൽ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ടിപ്പ് ടോപ്പാണ്, എല്ലാത്തിനും സൂപ്പറാണ്. ഞാൻ മാത്രമാണ് ഇവിടുത്തെ ഒരു മെസ്സി ആളുള്ളത്. അപ്പോൾ ഞാൻ പറയും ക്രിയേറ്റീവ് പീപ്പിൾ ഭയങ്കര മെസ്സി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിവിടെ രക്ഷപ്പെടാറുള്ളത്, പ്രത്യേകിച്ച് എൻ്റെ അമ്മയടുത്ത്. അപ്പോൾ ഞാനിപ്പോൾ എന്താ ഇവിടെ എൻ്റെ ഈ സ്റ്റുഡിയോ റൂമിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുത്തിയ കുറച്ച് ചേഞ്ചസ് ഞാൻ കാണിച്ചു കേട്ടോ. അപ്പോൾ ഇത് കണ്ടു, ഇത് നമ്മളവിടെ നിന്ന് ഓർഗനൈസേഴ്സ് കൊണ്ടുവന്നതായിരുന്നു. ഈ ഒരു ഓർഗനൈസർ ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും കുറ്റിക്കറ്റിയൊക്കെയാണ് സാധനങ്ങൾ. അത്രയ്ക്ക് അങ്ങോട്ട് എന്ന് വെച്ചാൽ ഞാൻ 2 കബേർഡിലാക്കി വെച്ചത് കൊണ്ട് എനിക്കിതിപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഒറ്റ കബേർഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബട്ട് സ്റ്റിൽ ഈ ഒരു റാക്കും കൂടി ഉള്ളതുകൊണ്ട് അവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. പക്ഷെ ഞാൻ അവിടെ ഇതിലൊക്കെ ജസ്റ്റ് ലിപ്സ്റ്റിക്കും ഒരെണ്ണത്തിൽ ഫൗണ്ടേഷനൊക്കെ ആകുമ്പോൾ ഇവിടെ ഫേസ് പ്രൊഡക്ട്സ് ഒക്കെ കൂടി ഒരെണ്ണത്തിൻ്റെ അകത്ത് വെച്ചേക്കാം. അങ്ങനെയൊക്കെ വെച്ചേക്കണേ. ഇതിൻ്റെ അകത്ത് കോമ്പാക്റ്റും സെറ്റിംഗ് സ്പ്രേ ഒക്കെയാണ് ഇവിടെ. ആൻഡ് ഇവിടെ നമ്മുടെ ഐ ഷാഡോസും പിന്നെ ലാസ്റ്റ് ലിപ്സ്റ്റിക്സും ആണ് വെച്ചേക്കുന്നത്. പിന്നെ അത് കൂടാണ്ട് ഇവിടെ ഹൈലൈറ്റേഴ്സും കൺസീലേഴ്സും ലാഷസ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, പിന്നെ അടിയിൽ കുറച്ച് സ്കിൻ കെയർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് നല്ല പണിയായിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു ഓർഗനൈസറിൽ കാറ് ഫുൾ തുറന്നുപോയി എന്നിട്ടാണ് ഇവിടെ എത്തിയത്.
ഇതിപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്ത്. ഇന്നലത്തെ ഷൂട്ടിങ്ങിൻ്റെ ഉണ്ട്, അത് ഒരിക്കലും അങ്ങനൊന്നും ശരിയാവില്ല. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും ഞാൻ എൻ്റെ കൊണ്ടുവന്ന വളകളൊക്കെ ഇന്നലെ ഓർഗനൈസ് ചെയ്ത് വെച്ചു, സ്കിൻ കെയറുകളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചു. ഇവിടെ കുറച്ച് നെയിൽ പോളിഷസും കുറച്ച് ലിപ്സ്റ്റിക്സും ആണ്, കുറച്ച് ശരണ്യക്ക് കൊടുക്കാനുള്ളതും അങ്ങനെയൊക്കെയാണ്. ശരണ്യ വന്നപ്പോൾ പറഞ്ഞായിരുന്നു കുറച്ച് ലിപ്സ്റ്റിക്സ് അവൾക്ക് കൊണ്ടുവരണം, അപ്പോൾ അവൾക്ക് കൊണ്ടുവന്ന കുറച്ച് ലിപ്സ്റ്റിക്സ് ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. പിന്നെ ഇത് മുഴുവനും സ്കിൻ കെയർ ആണ്. ഇതിൻ്റെ അകത്തൊക്കെ എന്താ നമ്മുടെ പൊട്ടും കാര്യങ്ങളും കോമ്പും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതാണ്. ഇത് ഞാൻ കഴിഞ്ഞ വർഷത്തെ ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സെറ്റ് ചെയ്ത്, അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാലോ, ഇത് എൻ്റെ അമ്മ പിടിപ്പിച്ചു തന്ന, എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ പിടിപ്പിച്ചു തന്ന ചെടിയാണത്. അപ്പോൾ ഇത് പിടിപ്പിച്ചതിന് ശേഷം എനിക്ക് ഇതിൻ്റെ അടിയിലൊക്കെ ഭയങ്കര വേക്കൻ്റായിട്ട് തോന്നി. അപ്പോൾ പിടിപ്പിച്ചതാണിത്, കണ്ടില്ലേ? ഇതൊരു കുഞ്ഞു ചട്ടിക്കകത്ത് ഞാനൊരു അലോവേറ ഒക്കെ പറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മണി പ്ലാന്റ് ആണിത്. ഇത് ജസ്റ്റ് ഇപ്പോൾ റീസെൻ്റ്ലി വെച്ചതേ ഉള്ളൂ കേട്ടോ, ഇത് പിടിച്ച് വരണേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്യലാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് എൻ്റെ പണി. ഇത് ശരിക്കും ഇത് വീഡിയോയിൽ കാണില്ല വെച്ചാൽ, ഇത് ഈ ഒരു പോർഷൻ മാത്രമേ ഈ ഒരു എന്താണ് ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ എനിക്ക് കുറേ നാൾ മുന്നേ പ്രിറ്റി ലിറ്റിൽ തിങ്സ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അയച്ചു തന്നതാണ് കേട്ടോ. ഇത് എംബ്രോയിഡറി ചെയ്ത് അയച്ചു തന്നതാണ്. അപ്പോൾ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ വെക്കാൻ ഒരു സ്ഥലം കിട്ടിയത്. നമ്മുടെ ബാംഗ്ലൂർ വീട്ടിൽ ഇത് ബാക്ക്ഗ്രൗണ്ട് കാണില്ലായിരുന്നല്ലോ, അപ്പോൾ ഇത് ഇപ്പോഴാണ് വെച്ചത്. പിന്നെ ഇതൊന്നും ഈ സെക്ഷനൊന്നും കാണത്തില്ല, ആകെ ഇത്ര സെക്ഷൻ മാത്രമേ നമ്മുടെ വീഡിയോയിലേക്ക് കാണുള്ളൂ. ബട്ട് ഇത് എൻ്റെ ഒരു കണ്ണിന് കുളിർമയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ വെച്ചേക്കാണ് കേട്ടോ ഇതൊക്കെ. അപ്പൊ ഇതാണ് ഇവിടെ വരുത്തിയേക്കുന്ന ചേഞ്ചസ്. പിന്നെ അതെ ഈ സൈഡ് ഞാൻ ഇനിയും കാണിക്കുന്നില്ല, ബിക്കോസ് ഈ ഒരു ബോക്സ് ഫുള്ളും ജ്വല്ലറിയാണ്, ജ്വല്ലറിയും അല്ലാത്ത സാധനങ്ങൾ. പക്ഷെ അതൊന്നും എനിക്ക് ഒതുക്കി മാറ്റി വെക്കാനൊരു സ്ഥലവും ഇല്ല വെച്ചാൽ, നമുക്ക് അത്രയും വലിയ അലമാരയില്ല. പിന്നെ ഈ ഡ്രസ്സൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ അവിടെ തന്നെ കിടന്നില്ലെങ്കിൽ ശരിയാവത്തില്ല. പിന്നെ ഞാൻ ഞങ്ങളുടെ ഈ അലമാര എന്ന് പറയുമ്പോൾ എൻ്റെ ഡ്രസ്സസ് മാത്രമാണ് എൻ്റെ തിരിക്കണേ. അപ്പോൾ അത് ഞാൻ ഒതുക്കിയ സ്ഥിതിക്ക് വേഗം തന്നെ കാണിച്ചു തരാം. ഇത് ഒരു 2 ദിവസം കഴിഞ്ഞ് ഇതൊക്കെ പോകും. അപ്പോൾ അതായത് തൽക്കാലം ഇപ്പോൾ ഒതുക്കി നല്ല സൂപ്പറായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതേ കണ്ട, എന്തൊരു ഭംഗി! ഇങ്ങനെയൊക്കെ കാണാൻ കിട്ടുന്നത് ഭയങ്കര റെയറാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെ വെച്ചേക്കണമെന്ന് വെച്ചാൽ ഇത് ഫുള്ളും ഡെനിംസും ബോട്ടംസും ആണ്, അതായത് സ്കേർട്ടും ഡെനിമുകളും ജാക്കറ്റും ആണ് ഇവിടെ വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫുള്ളും നമ്മളുടെ ടോപ്സ്, ജസ്റ്റ് വെറുതെ ടോപ്പില് സ്കേർട്ടിന്റെയും ജീൻസിന്റെയും കൂടിയുള്ള ടോപ്സുകളാണ് അവിടെ മൊത്തം. ഈ സെക്ഷനിൽ കുർത്താസും ലെഗിങ്സും ആണ് ഇവിടെ വെച്ചേക്കുന്നത്. അടിയിലത്തെ സെക്ഷനിൽ സാരിയാണ്, ആകെ ഇത്രേ സാരി ഉള്ളൂ, ഈ സാരിയാണ്. പിന്നെ അടിയിൽ ഞങ്ങളുടെ കല്യാണത്തിന്റെ എൻഗേജ്മെന്റ് അങ്ങനത്തെ കുറെ ഐറ്റംസ് ഒക്കെയാണ് അവിടെ ഇരിക്കുന്നത്, ലെഹങ്ക അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ കേട്ടോ. പിന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കണേ. അപ്പൊ ഇതാണ് നമ്മളുടെ എൻ്റെ ഫ്രഷ്ലി ഓർഗനൈസ്ഡ് വാർഡ്രോബ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇനി ഈ ഒരു 3 ഷെൽഫ് മുഴുവനും ഏട്ടൻ്റെ സാധനങ്ങളും എൻ്റെ കുറച്ച് സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ ഇനിയിപ്പോൾ ഓരോന്നായിട്ട് പറയേണ്ട ആവശ്യമില്ല, ഇതൊക്കെ ബോയ്സിൻ്റെ സാധനങ്ങളാണ്. അപ്പോൾ ഇത് ജസ്റ്റ് വീട്ടിൽ ഇരുന്ന ഡ്രസ്സ്, പുറത്തുനിന്ന ഡ്രസ്സ്, ജീൻസുകൾ, പിന്നെന്താ ട്രൗസേഴ്സ്, ഷർട്ട് വേറെ, ടീഷർട്ട് വേറെ, വീട്ടിൽ ഇരുന്ന സെക്ഷൻ വേറെ, അങ്ങനെ ഇതൊക്കെ കൂടി ഓർഗനൈസ് ചെയ്ത് ഒരു കണക്കിന് ഞാൻ റെഡിയാക്കി തന്നെ. ഈ സെക്ഷൻ റെഡിയാക്കി വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ നടുവടിഞ്ഞു കേട്ടോ. പിന്നെ ഈ ഒരു സെക്ഷൻ്റെ അകത്ത് വീട്ടിലിരുന്ന ഡ്രസ്സും, പിന്നെ വീട്ടിലിരുന്ന ഡ്രസ്സാണ് ഇത് മുഴുവൻ എൻ്റെ വീട്ടിലിരുന്ന ഡ്രസ്സാട്ടോ. അതിനുശേഷം ഇവിടെ ഒരു ചെറിയൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ബാത്ത് ഐറ്റംസ് ആണ് വെച്ചേക്കുന്നത്, അതായത് ബോഡി വാഷ്, ഹാൻഡ് വാഷ്, ബോഡി ക്രീം, ബോഡി സ്ക്രബ് അങ്ങനത്തെ സാധനങ്ങളാണ് വെച്ചേക്കുന്നത്. പക്ഷെ ഇപ്പോഴും പണി കഴിഞ്ഞിട്ടില്ല, ബിക്കോസ് അത് കണ്ടില്ലേ, ഇപ്പൊ ഞാൻ അതെ ഇവിടെ കുറച്ച് പണികളുണ്ട്. എൻ്റെ ഈ വലിയ അലമാരിയിൽ എടുത്ത് വെച്ചേക്കണം ബാക്കി സാധനങ്ങളാണ് ഇതിട്ട്, അത് ഉണ്ട്. വേറെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. പിന്നെ നമ്മൾ കൊണ്ടുവന്ന പെട്ടി ഇനി എടുത്ത് മാറ്റിയിട്ടില്ല. ഇനി എനിക്ക് മേജറായിട്ട് മാറ്റാനുള്ളത് ഈ ഒരു സെക്ഷനാണ്. ഇത് എത്ര ഓർഗനൈസ് ചെയ്തിട്ട് ശരിയാവില്ല. അപ്പോൾ എപ്പോഴും മലിക്കുലത്തായിട്ട് ഞാനൊരു ട്രെയിനകത്താണ് ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഒന്നും ശരിയാവില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വിചാരിച്ചാൽ ഇവിടെ കുറച്ച് ചെടികൾ വെക്കാന്ന് വെച്ചു, മണി പ്ലാന്റ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് വൃത്തിയായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കില്ലേ. പക്ഷെ ഇതൊക്കെ വെക്കാൻ വേണ്ടി കുറച്ച് സ്ഥലം കണ്ടുപിടിക്കണം, അതൊക്കെയാണ് ഏറ്റവും വലിയ പ്രോബ്ലം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ഡ്രസ്സസ്, മുന്നിക്കുടീൻ്റെ ഡ്രസ്സസും എൻ്റെ നല്ല ഡ്രസ്സസൊക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഓർഗനൈസ് ചെയ്യുന്നത് ഭയങ്കര വലിയ ചാലഞ്ചാണ്. ഞാൻ അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് ഇവിടെ അമ്മ സ്റ്റെപ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും ക്വാറന്റീൻ ആയതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അതെ, ഏട്ടൻ ഓരോരോ ഭക്ഷണം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. എനിക്ക് സ്റ്റെപ്പൊന്നും കയറാൻ ഇന്ന് ശക്തി ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ഏട്ടൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനു മുന്നേ ഇവിടെ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഇതൊക്കെ അലിച്ചു വാരിട്ടേക്കണല്ല, ഇതൊക്കെ നമ്മുടെ പഴയ ഡ്രസ്സുകളാണ്. പിന്നെ ഇന്നലെ ഞാനിവിടെ മൊത്തം
ബിസി ആയിരുന്നു. അപ്പം ഞാൻ ഇന്നലെ രാത്രി ഉണ്ടല്ലോ ഇവിടെ സ്റ്റിച്ച് ചെയ്യണമായിരുന്നു. ഇതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യണ സാധനം. ഇത് നമ്മുടെ ബ്ലൗസ് തന്നെയാണ്, വേണ്ടില്ലേ. അപ്പൊ പകുതി വഴി എത്തിയിട്ടുള്ളൂ, ഇനിയും ബ്ലൗസ് തയ്ക്കാനുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഓണത്തിന്റെ സെക്കൻഡ് ലുക്കിന് വേണ്ടി ചെയ്യാൻ വെച്ചേക്കുന്ന ഡ്രസ്സാണിത്. ഇത് ആക്ച്വലി ധാവണിയാണ്. എനിക്കത് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അവർ സെൻഡ് ചെയ്ത് തന്നതാണ്. ഇത് കസ്റ്റം ഡിസൈൻ ചെയ്ത് വരുന്ന സാധനമാണ്. കേരള സാരീസ് എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജിന്റെ പേര്. ഞാൻ ജസ്റ്റ് ലിങ്ക് ചെയ്യാം. അപ്പൊ എനിക്ക് സാരിയൊക്കെ കുറെ ഇല്ലെന്ന് വെച്ചാൽ ഞാൻ ധാവണിയാണ് പറഞ്ഞത്. ഇങ്ങനെ ഈ നാഗപടത്തിന്റെ വർക്കാണ് നമ്മുടെ സ്കേർട്ടിന്റെ താഴത്തും ഇതും. ഞാൻ എന്തെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പൊ ശരിക്കും അതിന്റെ ബ്ലൗസ് ഇതാണ്. പക്ഷെ എനിക്ക് ബ്ലൗസിന്റെ കയ്യിലൊക്കെ ഈ നാഗപടത്തിന്റെ വർക്ക് വരണ മാതിരിയൊക്കെ വെട്ടി തയ്ക്കാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ മലേഷ്യക്ക് പോയപ്പോൾ അവിടെ നിന്ന് എടുത്ത ഒരു ബ്ലൗസാണ് അത് വലിയ കുഴപ്പമില്ലല്ലോ. അപ്പൊ അത് വെച്ച് ഞാൻ തയ്ച്ചുകൊണ്ടിരിക്കുക. അപ്പൊ തയ്ച്ചിട്ട് വേണം നമുക്ക് സെക്കൻഡ് ലുക്ക് ചെയ്യാൻ. അതിന്റെ കുറച്ച് മെസ്സി ഇവിടെ ഡെഫിനറ്റ് ആയിട്ടും കാണാനുണ്ട്. ഇതൊക്കെ തയ്ച്ചു കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ. ആൻഡ് ഓൾസോ ഈ ഒരു ടേബിളും നമുക്ക് അത്യാവശ്യം നല്ലോണം ക്ലീൻ ചെയ്യാനുണ്ട്. കുറെ സാധനങ്ങൾ എടുത്ത് മാറ്റാറുണ്ട്. ഞാൻ ഇപ്പൊ ഞാൻ റൂമുകൾ ഓർഗനൈസ് ചെയ്തിട്ടേ ഉള്ളൂ. ഈ സെക്ഷൻ എനിക്ക് കുറെ ഓർഗനൈസ് ചെയ്യാനുണ്ട്. ഇവിടെ കുറെ സാധനങ്ങൾ എടുത്ത് മാറ്റാനുണ്ട്. സ്ഥലങ്ങൾ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് ഇതൊക്കെ ഏറ്റവും വലിയ പാട്. അപ്പൊ നമുക്ക് അവിടെ എല്ലായിടത്തും വെക്കാൻ കുറെ കബേർഡ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ അല്ലല്ലോ എല്ലായിടത്തും. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി ഇതൊക്കെ വെട്ട് കഷ്ണം കേട്ടോ. ഇതൊക്കെ തയ്ച്ച് കഴിഞ്ഞാലേ എനിക്ക് ഇതൊക്കെ എടുത്ത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമുക്കൊന്ന് ഫുഡ് കഴിക്കാം. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവല്ലേ ഏട്ടാ? നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വന്നിട്ട് ഇഡ്ഡലിയും സാമ്പാറുമാണ്. യാമി സാമ്പാർ, യാമി ഇഡ്ഡലി, ചായ അല്ലേ? കഴിക്കാം. ഹണി 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 യെസ്. അപ്പൊ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു. ഉണ്ണിക്കുട്ടിയുടെ താഴെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഭയങ്കര കളിയാണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ ഒതുക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു പ്രോഗ്രഷൻ കാണിച്ചു തരാം. അത് കണ്ടിട്ട് എനിക്ക് എന്റെ സന്തോഷമായി. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? എനിക്ക് വേറൊരു ചട്ടിക്കകത്തൊരു ചെടി നട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മറ്റേ സ്റ്റുഡിയോ റൂമിൽ കൊണ്ടുവച്ചിട്ട് ഈ അലോവേറ ഇവിടെ കൊണ്ടുവച്ചേ. ആൻഡ് ഒരു മണി പ്ലാന്റ് ഇവിടെയും വെച്ചു. അപ്പൊ തൽക്കാലം ഇത്രയും സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. വേറെ ഒന്നും ഇവിടെ വരല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒതുക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞില്ല. ഇവിടെ നിന്ന് ഒതുക്കിയ സാധനങ്ങൾ മുഴുവൻ നമുക്ക് ഇവിടെ നിന്നൊക്കെ എടുത്ത് മാറ്റാനുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ പരിപാടിയിലാണ് ഇപ്പൊ. ഓക്കെ, അപ്പൊ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്ക് പീരിയഡ്സ് ആണ്. അപ്പൊ ഞാൻ ഇപ്പോൾ ഒരു 2 months ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനം കാണിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അത് കാണിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ഞാനിപ്പോൾ 2 months ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ നമ്മിയന്റെ അൾട്രാ സോഫ്റ്റ് റീയൂസബിൾ മെൻസ്ട്രൽ കപ്പാണ്. ഇത് നമ്മിയ എന്നൊരു ബ്രാൻഡാണ്. അവരുടെ മെൻസ്ട്രൽ കപ്പിന്റെ ഒരു പാക്കാണ്. അതിനകത്ത് ഉണ്ടാവുന്ന കുറച്ച് ഐറ്റംസ് ആണ് ഇതൊക്കെ. ഫസ്റ്റ് വൺ ഒബ്വിയസ്ലി മെൻസ്ട്രൽ കപ്പ്. അപ്പൊ അതാണ് ഫസ്റ്റ്. ആൻഡ് സെക്കൻഡ് വൺ ആ മെൻസ്ട്രൽ കപ്പ് ഇട്ട് വെക്കാനുള്ള ഒരു പൗച്ചാണ്. ഇതിന്റെ രീതിയാണ് ബ്ലീഡ് വിത്ത് ഡിഗ്നിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു പൗച്ചിൽ നമുക്ക് ഇത് യൂസ് ചെയ്ത് നമ്മുടെ പീരിയഡ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഇതെടുത്ത് നമുക്ക് ഇതിനകത്ത് ഇട്ട് സൂക്ഷിച്ച് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ ഉള്ളത് ഒരു മെൻസ്ട്രൽ കപ്പിന്റെ വാഷാണ് കേട്ടോ. ഇത് ഡിസ്ഇൻഫെക്റ്റിംഗ് മെൻസ്ട്രൽ കപ്പ് വാഷാണ്. എനിക്കൊന്ന് എപ്പോഴും സാനിറ്റൈസ് ചെയ്യാനൊന്നും സൗകര്യം ഇല്ലെങ്കിൽ ഇത് ഭയങ്കര ഹാൻഡി ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളുടെ 3 സാധനം ഈ ഒരു പാക്കിൻ്റെ അകത്തുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ 500 rupees ആണ് ഈ ഒരു മെൻസ്ട്രൽ കപ്പിന്. ആൻഡ് എന്റെ സൈസ് വന്നിട്ട് ലാർജ് ആണ് കേട്ടോ. അപ്പൊ എനിക്ക് 2 years ബാക്ക് ഞങ്ങൾ ബാംഗ്ലൂരൊക്കെ പോണതിന് മുന്നേ ഞാൻ ഈ മെൻസ്ട്രൽ കപ്പ് ട്രൈ ചെയ്തിട്ട് അത് എനിക്ക് വർക്ക് ആവാത്ത ഒരു എക്സ്പീരിയൻസ് എന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു മെൻസ്ട്രൽ കപ്പിനെ പറ്റിയിട്ട്. അപ്പോൾ അതിനുശേഷം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയുണ്ട് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി. എനിക്ക് വർക്ക് ഔട്ട് ആയില്ല. പക്ഷേ ഈ ബ്രാൻഡ് എനിക്കിത് അയച്ചു തന്നപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് എക്സൈറ്റഡ് ആയി. എനിക്കിത് ആഗ്രഹം ഉണ്ടായിരുന്നു മെൻസ്ട്രൽ കപ്പിലേക്ക് സ്വിച്ച് ചെയ്യണമെന്ന്. പക്ഷെ എന്തോ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ബോഡി ഒന്നും തന്നെ റെഡി ആയിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാനത് അങ്ങനെ വിട്ടു. പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഈ ഒരു വേസ്റ്റ് ടോക്സിക് വേസ്റ്റ് ആണ് നമ്മളുടെ ഈ പാഡ്സും ടാമ്പോൺസും വഴി നമ്മൾ പുറത്തേക്ക് വിടുന്നത്. എന്തോരം ഒരു ലാൻഡ് ഫിൽസിനൊക്കെ ഉള്ളതാണ്. ശരിക്കും ഭയങ്കരമായിട്ട് വേസ്റ്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മാസം തന്നെ നമ്മൾ എത്ര പാഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര ടാമ്പോൺസ് യൂസ് ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഒരു വർഷമാകുമ്പോൾ എത്ര അത് ഒരു സ്ത്രീ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അത്. അപ്പൊ ഇത്രയും ലോകത്ത് എത്രയോ സ്ത്രീകളുണ്ട്. അപ്പൊ നമ്മൾ എന്തോരം വേസ്റ്റ് ആണ്. അതൊക്കെ ഇതില്ലേ എന്താണ് ഡീഗ്രേഡ് ചെയ്ത് പോകാൻ വേണ്ടി ഭയങ്കര ടൈം എടുക്കുന്ന സാധനമാണ്. വർഷങ്ങളെടുത്തിട്ടാണ് ഒരു പാഡ് ഡീഗ്രേഡ് ആയി പോണത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ റീയൂസബിൾ കൈൻഡ് ഓഫ് സംഭവത്തിലേക്ക് മാറേണ്ട ടൈമായി. ഞാൻ അന്ന് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ട് വർക്ക് ആവാത്തതുകൊണ്ട് ഞാൻ ക്ലോത്ത് പാഡ്സ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. പക്ഷേ ക്ലോത്ത് പാഡ്സ് നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് റാഷസും കാര്യങ്ങളൊന്നും വരില്ലെങ്കിലും തണുപ്പായിട്ടുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഇത് ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ എനിക്ക് ഇത് യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് പേടിയുമായിരുന്നു. ഫൈനലി
ഞാൻ ഇതിലേക്ക് മാറി. ഇതിപ്പോൾ എൻ്റെ സെക്കൻഡ് മന്ത് ആണ്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഡേ ഒരിക്കലും എനിക്ക് ഇടാൻ പറ്റില്ല കേട്ടോ. ഇത് നല്ല കംഫർട്ടബിൾ ആണ്. ഇത് ഞാൻ യൂസ് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്. നേരത്തെ ഞാൻ യൂസ് ചെയ്ത ഒരു മെൻസ്ട്രൽ കപ്പ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്. ഇത് കണ്ടില്ലേ, അത് ഒരു ഇത്തിരി പിടുത്തമുണ്ടെങ്കിൽ മേ ബി അതുകൊണ്ടാണോ അത് കയറാത്തതെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെൻസ്ട്രൽ കപ്പാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിതിപ്പോൾ എൻ്റെ സെക്കൻഡ് മന്ത് ആണ്. അപ്പോൾ നമ്മളിന്ന് യൂസ് ചെയ്യാണ്ട് ഇതിനെപ്പറ്റി നമുക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഇത് യൂസ് ചെയ്യാണ്ട് പറയേണ്ടത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ. എൻ്റെ ഫസ്റ്റ് ഡേ ഭയങ്കര ഫ്ലോ കുറവെന്ന് വെച്ചാൽ ഭയങ്കര കുറവായിരിക്കും. ഒന്നും തന്നെ ഉണ്ടാവില്ല, കുറച്ച് ചങ്ക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സമയത്ത് എനിക്കിത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. സോ ഞാനിത് സെക്കൻഡ് ഡേ ആൻഡ് തേർഡ് ഡേ ആണ് ഇത് യൂസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മയുടെ മെൻസ്ട്രൽ കപ്പ് ഇരിക്കുന്നത്. 2 വേസ് ഉണ്ട് നമുക്കിത് ഇൻസേർട്ട് ചെയ്യാൻ. ഇതിങ്ങനെ നമ്മളുടെ പോയിൻറ്റ് ഫിംഗർ വെച്ച് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു ഷേപ്പിലാക്കി നമുക്ക് ഓപ്പണിങ്ങിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ആൻഡ് സെക്കൻഡ് വൺ എനിക്കൊന്ന് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഒരു കംഫർട്ടായിട്ടുള്ളൊരു പൊസിഷൻ കണ്ടുപിടിച്ചതിന് ശേഷം ഇൻസേർട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ അകത്ത് എത്തിക്കഴിയുമ്പോഴത്തേക്കും ഈ സ്റ്റെം മാത്രമേ പുറത്തുണ്ടാവുള്ളൂ. ആൻഡ് ഒരു പോപ്പ് സൗണ്ട് വരും. അപ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ട് എടുക്കുന്നത്. ആൻഡ് നിങ്ങൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പാൻറ്റി ലൈനേഴ്സ് വെച്ചൊന്ന് കംഫർട്ടബിൾ ആയതിനു ശേഷം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവില്ലേ, അങ്ങനെ അത് പോകെ അത് മാറ്റാം. പിന്നെ ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടി ഈസിയാണ്. സ്റ്റെമ്മ് പുറത്ത് നിൽപ്പുണ്ടാവും, അതിൽ ജസ്റ്റ് ഒന്ന് ജെൻറ്റിലായിട്ട് ഇങ്ങനെ പിടിച്ച് പുറത്തേക്ക് വലിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് തന്നെ ഇങ്ങോട്ട് ഇറങ്ങി വന്നോളൂ കേട്ടോ. യെസ്, അപ്പോൾ നമ്മൾ കണ്ടു നമ്മേനെ പറ്റി. ആൻഡ് ഞാൻ സെക്കൻഡ് ഡേ ആയതുകൊണ്ട് ഞാനിപ്പോൾ കറൻ്റ് അത് ഇൻസേർട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ അടുത്ത പണിക്കൊക്കെ പോകുന്നത്. ഇനി നമ്മുടെ യൂഷ്വൽ കുറേ പരിപാടികളും പണികളും ഒക്കെ ഉണ്ട്. അപ്പോൾ കംഫർട്ടബിളായിട്ട് നമുക്ക് ഒരു 8 hours വരെ, ഒത്തിരി 10-12 hours വരെ മാറ്റണ്ടെന്നൊക്കെ പറയുമെങ്കിലും അത്രയും നേരം ഒന്നും വെക്കേണ്ട. ഒരു 8 hours 9 hours ഒക്കെ ആവുമ്പോൾ നിങ്ങൾ മാറ്റിയിട്ട് ക്ലീൻ ചെയ്യുക, ലൈക്ക് എംപ്റ്റി ചെയ്യുക. എംപ്റ്റി ചെയ്തതിന് ശേഷം എന്നിട്ടാണ് വീണ്ടും ഇൻസേർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും സംഭവം സൂപ്പറായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക. അതിൻ്റെ ഞാൻ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയൊരു 8 hours നമ്മൾ സോർട്ടഡ് ആണെന്നുള്ളതാണ് അല്ലേ അർത്ഥം. ഇപ്പോൾ അതിൻ്റെ ഇടയിടെ പോയിട്ട് ഓരോന്നോരോന്ന് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് യൂഷ്വലി നമുക്ക് എന്ത് സ്പോർട്ട് ആക്ടിവിറ്റീസ് ആണെങ്കിലും ഓട്ടം ചാട്ടം സ്വിമ്മിങ് എന്ത് വേണമെങ്കിൽ ചെയ്യും. കുളിക്കുമ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഉറങ്ങുമ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു 10-12 മണിക്കൂറൊന്നും വെക്കണ്ട. 8 hours 9 hours ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിത് മാറ്റിയിട്ട് നമുക്കിത് എംപ്റ്റി ചെയ്തിട്ട് വീണ്ടും യൂസ് ചെയ്യാം, അങ്ങനെ കേട്ടോ. അപ്പോൾ അടിപൊളി സാധനമാണ്, കംഫർട്ടബിൾ ആണ്, നല്ല ഫ്ലെക്സിബിൾ ആണ്. അതാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. നല്ല സോഫ്റ്റ്. ഇത് മെഡിക്കൽ ഗ്രേഡ് സിലിക്കൺ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒബ്വിയസ്ലി എല്ലാ മെൻസ്ട്രൽ കപ്പും അങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇത് നല്ല കുറച്ചും കൂടി സോഫ്റ്റ് ആണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് അറ്റ്ലീസ്റ്റ് എനിക്ക് വർക്ക്ഔട്ട് ആയത്. മേ ബി മുന്നത്തത് വർക്ക്ഔട്ട് ആവാത്തത് അത് ഭയങ്കര സ്റ്റിഫ് ആയതുകൊണ്ടാണെന്നാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. പിന്നെ അവർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കല്യാണം കഴിയാത്ത കുട്ടികളാണെങ്കിൽ ഇതങ്ങനെ യൂസ് ചെയ്യണ്ട, അവർ റെക്കമെൻഡ് ചെയ്യണില്ല എന്ന് പ്രത്യേകിച്ച് ഇന്നത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവുമായിരിക്കും, കല്യാണം കഴിക്കാത്ത എനിക്ക് യൂസ് ചെയ്യാമോ അങ്ങനെ. ഇപ്പോൾ ചില ആൾക്കാർ യൂസ് ചെയ്യാന്ന് പറയും. പക്ഷെ ഇവരുടെ ഈ നമ്മേൻ്റെ പാക്കിൻ്റെ അകത്ത് അവർ എഴുതിയിട്ടുണ്ട് സെക്ഷൽ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത കുട്ടികളൊന്നും ഇത് യൂസ് ചെയ്യണ്ടെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അവോയ്ഡ് ചെയ്തേക്കാം. പിന്നെ അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ എൻ്റെ ഒതുക്കലിലേക്ക് കടക്കട്ടെ. പകുതിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കൂടി ഒറ്റ ദിവസം ചെയ്തിട്ട് തീരാത്തതുകൊണ്ട്, ബിക്കോസ് ഷൂട്ട് ചെയ്യുന്നത് മെഡിച്ചിലും ഓണം സീരീസും എല്ലാം കൂടി ഉള്ളതുകൊണ്ടേ തീരണില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് പിന്നെ എല്ലാം കൂടി ഒറ്റ ദിവസം ചെയ്ത് നമുക്ക് തലക്കി ഇട്ടുപിടിക്കില്ലേ. അപ്പോൾ കുറച്ച് ദിവസം കുറച്ച് ഓരോ ദിവസമായിട്ടാണ് ഒതുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ബാക്കി എൻ്റെ പണിയിലേക്ക് പോട്ടെ കേട്ടോ. ഇപ്പം എത്ര മണിയായി? ഒരു 11:15 കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് ഒതുക്കലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. വലിയ മോശമില്ലെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ റൂംസും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്നും കൂടി കാണിച്ചിട്ടോ ഇവിടെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ബെഡ്ഷീറ്റും കാര്യങ്ങളും എല്ലാം മാറ്റി, എല്ലാം പില്ലോ കേസസ് ഒക്കെ മാറ്റി അടിപൊളിയാക്കിയിട്ടുണ്ട്. ഈ ഒരു സെക്ഷൻ നന്നായിട്ട് ക്ലീൻ ചെയ്തു. ആൻഡ് ഇവിടെ കുറച്ച് ക്രൗഡഡ് ആണെങ്കിൽ കൂടി ഇവിടെ ഒരുമാതിരി ഒരു കണക്കിന് ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ട് എല്ലാ സാധനങ്ങളും. ഇനി അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യലാണ് ഏറ്റവും വലിയ ടാസ്ക്. അതിനുശേഷം ഞാൻ അടിച്ചു വാരി വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി. ഓൾറെഡി വിൻഡോസൊക്കെ ഏട്ടൻ ഈ വാക്യൂം വെച്ച് ക്ലീൻ ചെയ്തതായിരുന്നു. അപ്പോൾ പിന്നെ അതൊന്നും ചെയ്യേണ്ടി വന്നില്ല. പിന്നെ നമ്മളുടെ ഇവിടെ അടിപൊളി ഉണ്ണിക്കുട്ടൻ്റെ ഫോട്ടോയും കൂടി വെക്കണം, എന്നാലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഈ റൂം അങ്ങനെ വലിയ തെറ്റില്ലാണ്ട് വൃത്തിയായിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ മുകളിലത്തെ ഹാൾ മാതിരിയാണ് ഇത്.
ഒരു ലെവൽ വരെ ഇത് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ബോക്സസ് ഒക്കെ കൊണ്ട് മാറ്റി വയ്ക്കാൻ നമുക്ക് സ്ഥലമൊന്നുമില്ല. ആൻഡ് അതിൻ്റെ അകത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം എപ്പോഴും വേണ്ട സാധനങ്ങളാണ്. അപ്പം ഞാൻ ആ ഒരു ബോക്സിൻ്റെ അകത്ത് ഇട്ടിട്ടാണ് അവിടെ വെച്ചേക്കുന്നത്. ബാക്കിയൊക്കെ ജസ്റ്റ് ഒതുക്കിയിട്ടുണ്ട്. ഇതൊക്കെ തയ്ക്കാനുള്ളത് കൊണ്ട് ഞാൻ എടുത്ത് മാറ്റാനില്ല. ഇങ്ങനെ പൈലായിട്ടിരിക്കുന്ന എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ കാർ സീറ്റ് ഉണ്ടല്ലോ, അത് തിരിച്ച് ഫിക്സ് ചെയ്യണം. നമ്മൾ പോകാൻ നേരത്ത് കാർ സീറ്റ് എടുത്ത് മാറ്റിയത്. അപ്പോൾ കാർ സീറ്റ് ഇരിക്കണമെന്നാണ് ഇത്രയും വലിയൊരു പൈല് മാതിരി ഫീൽ ചെയ്യണത്. അപ്പോൾ ജസ്റ്റ് ആകെ ഒരു സ്കേർട്ടും ധാവണി സെറ്റും ബാക്കി 2-3 ബ്ലൗസും അതിൻ്റെ മെറ്റീരിയൽസ് മാത്രമേ ഉള്ളൂ തയ്ക്കാൻ. അപ്പോൾ അതൊരു കണക്കിന് ഇവിടെ ഒതുക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ഒരുമാതിരി അതിൻ്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ ഈ മുറിയിലേക്ക് നമ്മൾ കയറുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചു തന്നെന്ന് വിശ്വസിക്കുന്നു. ഈ ചട്ടി എനിക്ക് കളർ ചെയ്യണം കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ വെച്ചേക്കുന്നത്. അതിനുശേഷം പിന്നെ ഇത് എനിക്ക് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇടാനുള്ള സാധനങ്ങളൊക്കെയാണ്. ആൻഡ് ബാക്കി ഈ ബെഡ് എനിക്ക് ഒതുക്കാനേ പറ്റുള്ളൂ, അല്ലാണ്ട് എനിക്ക് അധികം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെയൊക്കെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെച്ചാൽ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസിൽ കുറേ സാധനങ്ങളപ്പോഴത്തേക്കും ഉള്ള സ്ട്രഗിൾസ് ആണ്. എന്നാലും ഒരു കണക്കിന് വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. അതെ, പിന്നെ ഈ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ എല്ലാം ഒതുക്കി അടിച്ചു വാരി വൃത്തിയാക്കി സൂപ്പറാക്കി. അപ്പോൾ നമ്മളുടെ ഏകദേശം ഒതുക്കൽ പരിപാടി കഴിഞ്ഞു. ഇനി എനിക്ക് നെയിൽസ് ഒക്കെ ഒന്ന് ട്രിം ചെയ്യണം, കാലത്ത് നെയിൽ പോളിഷ് മാറ്റണം, കുളിക്കണം, വേർത്തിട്ടിരിക്കുക. എനിക്കാണെങ്കിൽ ഭയങ്കര ചൂട്. ഇപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ചൂടാണ്. അപ്പോൾ അധികം പണികളൊന്നും ഇല്ല. ഉണ്ണിക്കുട്ടി അവിടെ താഴത്ത് അച്ഛനമ്മയുടെയും കൂടി ഇരുന്ന് കളിക്കലും കളറടിക്കലും, അവന് കളറടി തന്നെയാണ് സ്ഥിരം പരിപാടി. അപ്പോൾ കളർ ചെയ്യലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സ്റ്റെപ്പിൻ്റെ അവിടെ വന്ന് ഹായ് ഒക്കെ തന്ന് ചിരിച്ചിട്ടൊക്കെ പോകും. ചിലപ്പോൾ ഇവിടെ നിന്ന് ടോയ് അങ്ങോട്ടും കൂടി എറിഞ്ഞ് ഞങ്ങൾ കളിക്കും. അങ്ങനത്തെ സെറ്റപ്പൊക്കെയാണ്. അപ്പോൾ ദൈവം സഹായിച്ച് ഞങ്ങൾക്ക് ഇതുവരെയായിട്ടും സിംറ്റംസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, അങ്ങനത്തെ ഒരു സമാധാനമുണ്ട്. അപ്പോൾ ഇനിയും വെച്ചാൽ എനിക്ക് എൻ്റെ നഖത്തിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഈ നഖത്തിലൊക്കെ ഈ കയ്യിൽ നഖമുണ്ട്, ഈ കയ്യിൽ ചിലതിന് നഖമുണ്ട്, ചിലതിന് നഖമില്ല, അതിന് നീളം. അപ്പോൾ അതൊക്കെ ചോപ്പ് ചെയ്ത് ചെറുതാക്കി ഒന്ന് ഷേപ്പ് ചെയ്ത് ഒന്നെങ്കിൽ ഫേക്ക് നെയിൽസ് വെക്കണം, അല്ലെങ്കിൽ എന്തിട്ടാണ് നെയിൽ പോളിഷ് ഇടണം, ഏതെങ്കിലും ഒന്ന് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ പരിപാടിയിലാണ്. പിന്നെ കുളിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ കിടക്കും. എനിക്ക് ഒട്ടും വയ്യ, കിടന്നുറങ്ങാൻ പറ്റില്ല. എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്. ഇന്നലെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് എഡിറ്റ് ചെയ്യണം. അത്യാവശ്യമായിട്ട് എഡിറ്റ് ചെയ്യാനുള്ളതാണ്. പിന്നെ പറ്റുവാണെങ്കിൽ, ആരോഗ്യം സമ്മതിക്കുകയാണെങ്കിൽ മാത്രം എനിക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഷൂട്ട് ചെയ്യണം എന്നുണ്ട്. ഓണം സീരീസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ അല്ലാണ്ട് കോണ്ടന്റ് എന്തെങ്കിലും ഒക്കെ ചെയ്യണം എന്നുണ്ട്. ബിക്കോസ് തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേയും കൂടി ഉണ്ട് എനിക്ക് വീഡിയോ ബാക്കപ്പ് ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനുണ്ട്, ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഭയങ്കര ക്ഷീണമാണ്. ടമ്മി പെയിൻ ഒന്നും ഇല്ല, പക്ഷെ ക്ഷീണമുണ്ട്. അപ്പം ഞാനിനി നെക്സ്റ്റ് എൻ്റെ നെയിൽസ് ഒക്കെ ഒന്ന് ട്രിം ചെയ്യട്ടെ കേട്ടോ. അപ്പം ഞാൻ എൻ്റെ നെയിൽസൊക്കെ വെട്ടി ചോപ്പ് ചെയ്ത് നല്ല സൂപ്പർ ആക്കിയിട്ടുണ്ട്. ഇനി നെയിൽ പോളിഷ് ഇടണം കേട്ടോ, പക്ഷെ അതൊക്കെ പുളിയെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി എനിക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ബ്ലൗസ് തയ്ച്ച് തീർക്കണം. എന്നാലും നാളെയെങ്കിലും ഷൂട്ട് ചെയ്യണം എന്നാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരെയൊക്കെ ആയിട്ടുള്ളൂ. കണ്ടോ, ഇനി ഇവിടെ ഹുക്സ് ഒക്കെ പിടിപ്പിക്കണം, പിന്നെ ഈ അറ്റത്തൊക്കെ അടിക്കണം, പിന്നെ ഓൾട്ടർ ചെയ്യണം. അപ്പോൾ ഇത്രയും പണിയാനുള്ളത്. അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ അതും കൂടി തീർത്തിട്ട് പോയി കുളിക്കാം. എന്നുവെച്ചാൽ ഓൾറെഡി ഇപ്പോൾ 12 മണി കഴിഞ്ഞു. അപ്പോൾ അതിന് മുന്നേ കുളിക്കുന്നു. അപ്പോൾ ഇത്രയും പണിയുള്ളത് കൊണ്ടാണ് രാവിലെ കുളിക്കാത്തത്. അല്ലെങ്കിൽ രാവിലെ കുളിക്കണമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ വേഗം ഈ പണി കൂടി തീർക്കട്ടെ. ഹലോ, അപ്പോൾ ഇപ്പോൾ എൻ്റെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ് 12:45. ഇനി എനിക്ക് ബ്ലൗസിൻ്റെ ഹുക്സും കൂടി മാത്രം പിടിപ്പിച്ചാൽ മതിട്ടോ, വേറെ പണിയൊന്നുമില്ല. ഓൾട്ടർ ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി എനിക്ക് ഇരിക്കാനുള്ള ശക്തി ഇല്ല. എനിക്ക് നല്ല മുതുകൊക്കെ വേദന എടുക്കുന്നുണ്ട്, ശരീരം എടുക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ 1 മണിയായി, ഇനി ഭക്ഷണം കഴിക്കാനുള്ള സമയമൊക്കെ ആയി വരണല്ലേ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ കുളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കുളിച്ച് വരട്ടെ കേട്ടോ. ഹലോ, അപ്പോൾ ഞാൻ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്ന് മുടിയൊക്കെ ഒന്ന് മര്യാദക്കൊക്കെ കെട്ടി. അപ്പോൾ ഇന്ന് ഹെയർ വാഷ് ഡേ അല്ലായിരുന്നു കേട്ടോ. ഇന്നലെയാണ് ഞാൻ തല കുളിച്ചിട്ട്. അപ്പം അങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് എനിക്കാണെങ്കിൽ ഇന്ന് ഭയങ്കര ടയേർഡായിട്ടിരിക്കുകയാണ്. ബിക്കോസ് സെക്കൻഡ് ഡേ ഓഫ് പീരിയഡ്സ്. ഇത്രയും ക്ലീനിങ്, ഒതുക്കൽ പിടിക്കൽ എല്ലാം കൂടി തയ്ക്കലും ഒക്കെ കൂടി ആയിക്കഴിഞ്ഞിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ നടു അനക്കാൻ വയ്യ. ഐ എം സോ ഡാം ടയേർഡ്. പിന്നെ നിങ്ങളിപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, പിന്നെ മെൻസ്ട്രൽ കപ്പ് വെച്ചിട്ട് കുളിക്കാമോ? കുളിക്കാം. ഞാനത് ചേഞ്ച് ചെയ്യാനാണ് കുളിച്ചത്. ബിക്കോസ് ഒരു 3 hours ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ വെച്ചിട്ട്. അപ്പോൾ ഞാൻ 3 to 4 hours ആയിട്ടുണ്ടായിരുന്നു വെച്ചിട്ട്. അപ്പോൾ ഞാൻ മാറ്റിയിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുളിക്കുന്ന സമയത്ത് ക്ലീൻ ചെയ്തിട്ട് മാറ്റാം. പക്ഷേ എനിക്കങ്ങനെ ഹെവി ഫ്ലോ ഉള്ള ഒരാളെ അല്ല. സോ ഞാൻ ചേഞ്ച് ചെയ്തില്ല, അതൊക്കെ വെച്ച് തന്നെ കുളിച്ചു. വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല കംഫർട്ടബിളാണ്, സുഖമാണ്.
പീരിയഡ്സ് ആണോ എന്ന് വെച്ചാൽ അറിയില്ലാത്തൊരവസ്ഥയിലാണ് സത്യം പറഞ്ഞാൽ. ചില നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആ ഡേർട്ടി ഫീലിങ്ങും ആ ഒരു ഇച്ചിനെസ്സോ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല, സൂപ്പർ കംഫർട്ടബിൾ ആണ്. അപ്പോൾ അതാണ് എൻ്റെ ഇപ്പോഴത്തെ വരെയുള്ള അപ്ഡേറ്റ്. ഇനി ഞാൻ അങ്ങോട്ട് വ്ളോഗ് ചെയ്യാൻ യാതൊരു ചാൻസ് ഇല്ല, ബിക്കോസ് എനിക്ക് ഒട്ടും വയ്യ എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ക്ലീനും സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നേരം കിടക്കാൻ പോവാം, ബിക്കോസ് എനിക്ക് അത്രയ്ക്ക് ബാക്ക് പെയിൻ എടുക്കാണ്ട്. പിന്നെ ഇനി വൈകുന്നേരം എണീറ്റിട്ട് ബ്ലൗസിൻ്റെ ഹുക്സൊക്കെ ഒന്ന് പിടിപ്പിക്കണം, എഡിറ്റ് ചെയ്യാൻ കേട്ടോ, വെറുതെ കിടക്കലും മാത്രം നടക്കുള്ളൂ. എഡിറ്റ് ചെയ്തിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും അങ്ങനത്തെ കുറേ പരിപാടിയുണ്ട്. എനിക്ക് വയ്യ എന്നുള്ളതാണ് സത്യം കേട്ടോ, ഭയങ്കര ടയർഡ്. അപ്പോൾ ഏട്ടനും വിശക്കുന്നുണ്ട്. അപ്പോൾ ഊണിങ്ങോട്ട് കൊണ്ടുവരട്ടെ എന്ന് അമ്മ അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്നാൽ പോയി ഭക്ഷണം കഴിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ചെറിയൊരു ഹാഫ് ഡേ വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഉണ്ണിക്കുട്ടീനെ ഇപ്പോൾ കാണിക്കാനൊന്നും പറ്റത്തില്ല, അവൻ താഴത്തിരിക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് തിരക്കായി പോയതുകൊണ്ട് എനിക്കങ്ങനെ താഴത്ത് അവനെ കൊണ്ട് കളിക്കാനും പിടിക്കാനും കാണിക്കാനുള്ളൊരു സമയവും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അവനോട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അന്വേഷണം പറഞ്ഞേക്കാട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പോയി ഊണ് കഴിച്ചിട്ട് കിടന്നിട്ട് റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇനിയുണ്ട് കുറേ പരിപാടികൾ ഷൂട്ട് ചെയ്യാനുണ്ട്, അങ്ങനത്തെ കുറേ പണിയുണ്ട്. അപ്പോൾ ചെയ്യില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബിംഗ് ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.